ആലപ്പുഴ കാട്ടൂരിൽ 13 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കുട്ടിയുടെ ചിതാഭസ്മവുമായി ബന്ധുക്കളും നാട്ടുകാരും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അധ്യാപകർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിനെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മനോജ് മീര ദമ്പതികളുടെ മകൻ പ്രജിത്ത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. കാട്ടൂർ വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നിസ്സാര കാര്യത്തിന് ചില അധ്യാപകർ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിന്റെ മനോവിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു. കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അച്ചടക്കമെന്ന ശാസനയുടെ വാളുയർത്തി ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെയാകെ ഞങ്ങളുടെ കീഴിലങ്ങ് അണനിരത്തിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കുന്ന അധ്യാപക ഹംബോധത്തിന്റെ കൊലപാതകത്തിന്റെ ഇരയാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞെഴുതൻ. ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച അവസാന പീരീഡിന് പ്രജിത്തിനെയും സഹപാഠിയായ വിജയെയും ക്ലാസ്സിൽ കണ്ടില്ല. ഏറെ നേരം അന്വേഷിച്ചിട്ടും കാണാത്തതിനെ തുടർന്ന് സ്കൂൾ മൈക്കിൽ അനൗൺസ്മെന്റ് നടത്തി. ഉടൻ കുട്ടികൾ തിരിച്ചെത്തുകയും ചെയ്തു. വിജയ് തലകറങ്ങി വീണതിനെ തുടർന്ന് വെള്ളമെടുക്കാൻ പോയതാണെന്ന് പറഞ്ഞെങ്കിലും അധ്യാപകർ വിശ്വസിച്ചില്ല. കഞ്ചാവാണോ എന്ന് ചോദിച്ച് അധ്യാപകനായ ക്രിസ്തുദാസ് ശാസിക്കുകയും ചൂരൽ കൊണ്ട് പലതവണ തല്ലുകയും ചെയ്തുവെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. രേഷ്മ, ഡോളി എന്നീ അധ്യാപകർ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ശാസിക്കുകയും അപമാനിക്കുകയും ചെയ്തു. കടുത്ത മനോവിഷമത്തിലായിരുന്നു പ്രജിത്ത് വീട്ടിലേക്ക് മടങ്ങിയതെന്ന് സഹപാഠികൾ പറയുന്നു. മൂത്ത സഹോദരൻ പ്രണവ് സ്കൂളിൽ നിന്നും വന്നപ്പോൾ പ്രജിത്ത് സ്കൂൾ യൂണിഫോമിൽ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ സ്കൂൾ അധികൃതർ ആരോപണങ്ങൾ നിഷേധിക്കുന്നു. പിറ്റേ ദിവസം അച്ഛനെ വിളിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമേ അധ്യാപകർ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇവരുടെ വിശദീകരണം. പ്രജിത്തിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.